ജന്മാദ്യസ്തേതോന്വയാദിതരതച്ചാർത്തേഷു വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അപേക്ഷിക്കുന്നതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ലോകത്തെ സൃഷ്ടിക്കുന്നു എന്നുള്ള കാര്യത്തെ യാവാൻ കൽപ്പോ വികൽപ്പോ വാ യഥാ കൽപ്പോനുമീയതേ ഭൂതഭവ്യഭവത് ശബ്ദ ആയുർമാനം ച യസ്സത. പ്രളയം എന്ന് പറയുമ്പോൾ ഈ സൃഷ്ടിയെല്ലാം വിലയിച്ചില്ലാതാവുന്ന ഒരു കാലം എന്നാണ്. അങ്ങനെയുള്ള പ്രളയങ്ങളൊക്കെ കഴിയുമ്പോൾ എത്രയോ കഴിഞ്ഞ് വീണ്ടും സൃഷ്ടി നടക്കുന്നു. അങ്ങനെ അനവധി ആളുകൾ ജനിക്കുന്നു, അനവധി ആൾക്കാർ പ്രളയം വരുമ്പോൾ ഇല്ലാണ്ടാവണം, പ്രപഞ്ചം ഉണ്ടാവണം. അപ്പം ഇതിനൊക്കെ അടിസ്ഥാനമായിട്ട് യഥാ അനുമീയതേ അനുമാനം ചെയ്യപ്പെടുന്നു. കഴിഞ്ഞത്, ഇപ്പോൾ ഉള്ളത്, വരാൻ പോകുന്നത് ഭൂതഭവ്യ ഭവശബ്ദ ഇതിനൊക്കെ ആസ്പദം ആ ഭഗവാൻ ആകുന്നു. കാലസ്യാനുഗതിര്യാതു ലക്ഷ്യതാണ്ണീ ബൃഹത്യപി യാവത്യകർമ്മഗതയോ യാതിസേ ദിശസത്തമ. ദിശസത്തമ നാരദനെ വിളിക്കുകയാണ്. നാരദ, ദിശസത്തമ ഇവിടെ കേൾക്കുന്നവരാരാണ്? ഋഷിമാരോട് പറയുകയാണല്ലോ സൂതൻ. പരീക്ഷിത്ത് ശുഗമഹർഷിയോട് ചോദിച്ചതും ശുഗമഹർഷി പറഞ്ഞതും ആയ വിവരങ്ങൾ ശൗനകാദികളോട് സൂതനാണ് പറയണത്. കാലസ്യാനുഗതിര്യാതു ലക്ഷ്യതണ്ണീ ബൃഹത്യപി. സൂക്ഷ്മമായും വലിയതും ആയ കാലത്തിൻ്റെ പ്രവൃത്തി യാതൊന്നോ, അണ്ണി എന്ന് പറഞ്ഞാൽ ചെറുത്, ബൃഹതി എന്ന് പറഞ്ഞാൽ വലുത് ആയ, കാലസ്യ ഗതി കാലത്തിൻ്റെ അനുഗതി, യാ ഏതൊന്ന്, സ അത്, കഥം ലക്ഷ്യതേ കഥം ലക്ഷ്യതേ എങ്ങനെ കാണപ്പെടുന്നു, എങ്ങനെ കാണപ്പെടാനാണ്. ദിശസത്തമ ബ്രാഹ്മണ ശ്രേഷ്ഠ. കർമ്മത്തിൽ പ്രാപ്യങ്ങളായ സ്ഥാനഭേദങ്ങൾ എത്രയുണ്ട്. യാവത്യ യാദൃശി ഏതുവിധം ഉള്ളവ. ഇപ്പം എന്താ വെച്ചാൽ ഈ കാലം വളരെ ചെറിയതും വളരെ വലുതുമായ കാലയളവിൽ വരുന്നതാണ്. ഇപ്പം നമ്മൾ കണക്കാക്കുമ്പോൾ മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡിൻ്റെ 10-ലൊരംശം വരേക്കും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ അതിലും ചെറിയ കാലയളവുണ്ട് അത്രേ പണ്ട്. അങ്ങനെ ഈ കാലത്തിനെ പറ്റി വേറെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, അവിടെ കുറച്ചും കൂടി തിരിച്ച് പറയും. വളരെ ചെറിയ കാലയളവ് മുതൽ, നമ്മളിപ്പോൾ ഏറ്റവും വലിയ കാലം എന്ന് പറഞ്ഞാൽ ഒരു വർഷം, സംവത്സരമൊക്കെ ഇല്ല, അതിലും എത്രയോ ഒരു ബ്രഹ്മാവിൻ്റെ ആയുസ്, സ്വയംഭവനുവിൻ്റെ 71 ചതുരകം, ഇങ്ങനെ മേപ്പട്ടും കിഴിപ്പട്ടും അനവധി കാലം പണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്നുള്ളതിനേക്കാളും ചെറുതും ഇന്നുള്ളതിനേക്കാളും വലുതും, സെക്കൻഡിൻ്റെ 10-ലൊരംശത്തേക്കാൾ ചെറിയതും വർഷത്തേക്കാൾ വലിയതും ആയ എത്രയോ കാലത്തിൻ്റെ വിഭജനങ്ങൾ. അപ്പം അതെങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും? നിമേഷം മുതൽ, നിമേഷം എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കലാണ്, സംവത്സരം വരെയുള്ള ചെറുതും വലുതുമായ കാലം അനവധി 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 ഉണ്ട്. അതൊക്കെ അല്ലെങ്കിൽ ബ്രാഹ്മണ സത്തമരെ എങ്ങനെയാണ് പറയാൻ സാധിക്കുക? എത്രമാത്രം അതിനെപ്പറ്റി പറയാനുണ്ട്. യസ്മിൻ കർമ്മ സമാവായോ യഥാ ഏനോപകൃക്യതേ ഗുണാനാം ഗുണിനാശ്ചൈവ പരിണാമാം അഭീപ്സതാം. ഗുണാനാം, ഗുണങ്ങളുടെ, ഏത് ഗുണം? ത്രിഗുണങ്ങൾ, സത്യം, രജസ്, തമസ്, അതാണ് ഗുണാനാം. ത്രിഗുണങ്ങളുടെ പരിണാമം, പരിണാമത്തെ, മാറ്റം, പരിണാമം എന്ന് പറഞ്ഞാൽ മാറ്റം. അഭീപ്സതാം ഇച്ഛിക്കുന്ന, ഗുണിനാം ഗുണികളുടെ മധ്യത്തിൽ, ഗുണിന എന്ന് പറഞ്ഞാൽ ഗുണികളുടെ ഇടയിൽ,
യസ്മിൻ ഏതൊരുവനിൽ യഥാവിധം എപ്രകാരം, യഥാ എന്ന് പറഞ്ഞാൽ എപ്രകാരം, ഏന ഏതു കാരണത്താൽ കർമ്മസമുദായം ഉപഗ്രഹിക്കപ്പെടുന്നു. സത്വാദി ഗുണങ്ങളുടെ പരിണാമാവസ്ഥയായ ആണ് ലോകം. ദേവാദിഭാവത്തെ ആഗ്രഹിക്കുന്ന ജീവന്മാർ കർമ്മങ്ങളെ അനുഷ്ഠിക്കേണ്ടത് ഏതുവിധം, അവയെ ആരിൽ സമർപ്പിക്കണം, ആ കർമ്മങ്ങളെ ഏത് വിധത്തിൽ ആഗ്രഹിക്കുന്നു. എന്ന് പറയുമ്പോൾ സത്വാദി ഗുണങ്ങളുടെ പരിണാമാവസ്ഥയായിരിക്കുന്ന അവർ സത്വഗുണ പ്രധാനികളാണ്. മനുഷ്യൻ രജോ ഗുണപ്രധാനികളാണ്. അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ തമോ ഗുണപ്രധാനികളാണ്. സാത്വിക രാജസ താമസ ഭാവങ്ങൾക്കനുസരിച്ചിട്ടാണ് ജന്മത്തിലത്തെ വാസനയ്ക്കനുസരിച്ചിട്ട് പ്രവൃത്തി ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ ആ കർമ്മങ്ങളെ എങ്ങനെ ചെയ്യണം, ആരിൽ സമർപ്പിച്ച് ചെയ്യണം, എന്തൊക്കെ കർമ്മങ്ങളാണ് ജീവൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ എളുപ്പമല്ല, വളരെ അധികമുണ്ട്. ഭൂപാതാള വ്യോമഗ്രഹ നക്ഷത്ര ഭൂപ്രതാം സരിസമുദ്ര ദീപാനാം സംഭവച്ഛേദോകസാം. ഭൂമി, പാതാളം, ദിക്കുകൾ, ആകാശം, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, പർവ്വതങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ, ദ്വീപുകൾ ഇവയിലിരിക്കുന്ന പ്രാണികളെയും ഉത്ഭവം എത്ര തരത്തിലുണ്ട്, വളരെയേറെ തരത്തിലുണ്ട് എന്നർത്ഥം. വളരെയേറെ വൈവിധ്യമാർന്നതാണ് ഈ 14 ലോകങ്ങൾ. ഭൂമി മാത്രമല്ല അവിടെ പറയണത്. ഭൂ എന്ന് പറഞ്ഞാൽ ഭൂമി, പാതാളം, കകുപ്പ്, വ്യോമം, ദിക്കുകൾ. കകുപ്പ് എന്ന ദിക്കുകളാണ്. കകുപ്പ് ദിക്കുകൾ, വ്യോമ ആകാശം, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, സരിത്ത്, നദികൾ, സമുദ്രം, ഇവയിലൊക്കെ എത്ര ജീവജാലങ്ങൾ ഇരിക്കുന്നു. എത്ര ജീവജാലങ്ങളുണ്ട് സമുദ്രത്തിൽ. കരയിലുള്ളതിനേക്കാളും ജീവജാലങ്ങളുണ്ട് അത്രയും സമുദ്രത്തിൽ. ഒക്കെ അത്ഭുതം തോന്നും അല്ലേ? അപ്പം അതൊക്കെ സമുദ്രത്തിൻ്റെ ഈ ലോകത്തിൻ്റെ ഭാഗങ്ങളാണ്. പ്രമാണമണ്ഡകോശസ്യ വാക്യാഭ്യന്തര ഭേദത മഹതാഞ്ചാനുചരിതം വർണ്ണാശ്രമ വിനിശ്ചയ. ബ്രഹ്മാണ്ടത്തിൻ്റെ ഉള്ളിലും പുറത്തും ഉള്ള ഈ വ്യത്യാസം, മഹാപുരുഷന്മാരുടെ ചരിത്രം, വർണ്ണാശ്രമങ്ങളുടെ നിശ്ചയം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള മനുഷ്യർ ഏതൊക്കെ തരത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, ഇതൊക്കെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയേണ്ടത്. ഹരിയുടെ ആശ്ചര്യതമം, അത്യന്തം ആശ്ചര്യമായ യത് അവതാരാനുചരിതം, അവതാരകഥകൾ, യുഗമാനം, യുഗങ്ങളെ കണക്കാക്കി യുഗേ അതും യാതൊന്നോ. ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോണ കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോണത്? അണ്ഡകോശം എന്ന് പറയുമ്പോൾ ബ്രഹ്മാണ്ടത്തിൻ്റെ പുറത്തും അകത്തും ഉള്ള ഭഗവാന്റെ എല്ലാവിധ ചരിത്രങ്ങളും, വർണ്ണാശ്രമ വിഭാഗങ്ങൾ, 4 തരത്തിലുള്ള വർണ്ണമാണല്ലോ, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രങ്ങൾ. ഹരിയുടെ ചരിതങ്ങൾ, അവതാരചരിതങ്ങൾ, ഭഗവാന്റെ അവതാരാനുചരിതങ്ങൾ എങ്ങനത്തെയാണ്? ആശ്ചര്യതമം അവതാരാനുചരിതം, വളരെ ആശ്ചര്യമുള്ള ഭഗവാന്റെ ചരിതം. ചരിതം. യുഗങ്ങൾ എന്തൊക്കെയുണ്ട്? എത്ര യുഗങ്ങൾ? കൃതം, ത്രേത, ദ്വാപരം, കലി എന്നിങ്ങനെ 4 യുഗങ്ങൾ. അതാണ് യുഗാനി യുഗമാനഞ്ച ധർമ്മോ യശ്ച യുഗേ. ഓരോ യുഗത്തിലത്തെ ധർമ്മങ്ങൾ എങ്ങനെയാണ്? കലിയുഗത്തിലത്തെ ധർമ്മങ്ങളാവില്ല ത്രേതായുഗത്തിൽ, അതിലത്തെ ആവില്ല ദ്വാപരയുഗത്തിൽ. കൃതയുഗത്തിൽ തപസ്സാണെങ്കിൽ യാഗങ്ങളാണ് ത്രേതായുഗത്തിൽ. അശ്വമേധയാഗമൊക്കെ ദ്വാപരയുഗത്തിൽ ദശരഥൻ നടത്തി എന്നാണല്ലോ പറയണത്. പിന്നെ ദ്വാപരയുഗത്തിൽ പൂജാതി കാര്യങ്ങളാണ്. കലിയുഗത്തിൽ നാമസങ്കീർത്തനാണ്. ഓരോ യുഗത്തിലെ ധർമ്മങ്ങൾ വ്യത്യാസമല്ലേ? അതാണ് ധർമ്മോ യശ്ച യുഗേ. ഇതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ. നൃണാം സാധാരണോ ധർമ്മ സവിശേഷ യാദൃശ. മനുഷ്യൻ്റെ സാധാരണ ധർമ്മങ്ങൾ,
പിന്നെ വിശേഷധർമ്മങ്ങൾ, വിശേഷേണയുള്ള ധർമ്മങ്ങൾ സാധാരണ ധർമ്മങ്ങളല്ല, അതിൽ നിന്ന് ചിലപ്പോൾ വ്യത്യാസപ്പെടും. അതാണ് വിശേഷേണ സവിശേഷയാദിശ ശ്രേണീനാൻ രാജശ്രീനാഞ്ച ധർമ്മ കൃച്ഛേഷു ജീവതാം. രാജർഷിമാരുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ ഒരാളുടെ ധർമ്മം ആവണമെന്നില്ല രാജർഷിക്ക്. ഋഷിയുടെ ധർമ്മമല്ല രാജാവിന്, രാജാവിൻ്റെ ധർമ്മമല്ല ഋഷിക്ക്. ഇത് രണ്ടുമല്ല രാജർഷിക്ക്. അതാണ് രാജാവിൻ്റെ ധർമ്മമല്ല ഋഷിയുടെ ധർമ്മമല്ല രാജർഷിക്ക്. രാജർഷിയുടെ ധർമ്മം വേറെയുണ്ട്. അപ്പം അതൊക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നതിൻ്റെ ഒരു അവതാരികയാണ് ഈ ശ്ലോകങ്ങൾ. തത്വാനാം പരിസംഖ്യാനം ലക്ഷണം ഹേതുലക്ഷണം പുരുഷ ആരാധന വിതറി യോഗസ്യ ആധ്യാത്മികസ്യ ച. തത്വങ്ങളുടെ പരിസംഖ്യാനം ലക്ഷണം. എന്താ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ? തത്വം എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചത് സംഖ്യ ഇട്ടിട്ട് തിരിക്കണ കാര്യങ്ങളാണ്. പഞ്ചഭൂതങ്ങൾ 5 ശബ്ദസ്പർശരൂപരസങ്ങൾ വീണ്ടും 5, കർമ്മേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ 5 10, ഭൂമി ബുദ്ധി മനസ്സ് ചിത്തം അഹങ്കാരം, ഈ 24 പൊതുവെ തത്വങ്ങൾ എന്ന് പറയണത്. തത്വങ്ങളുടെ പരിസംഖ്യാനം. എത്രയൊക്കെ തത്വങ്ങളുണ്ട്? 24 കപില വാസുദേവൻ്റെ അഭിപ്രായത്തിൽ അനുസരിച്ച് ഏറ്റവും പൂർണ്ണമായ ഒരു വിവരണം 24 എന്നാണ്. പിന്നെ അതുതന്നെയാണ് 16 പറയും, 12 5 ഒക്കെ പറയും, ഏകമായിട്ട് പറയും, ദ്വൈതമായിട്ടും പറയും. ഏകതത്വം ഒക്കെ ബ്രഹ്മം തന്നെ എന്നുള്ളതാണ്. പല വിധത്തിൽ ഈ തത്വങ്ങളെ പ്രതിപാദിക്കാം. അതെങ്ങനെയൊക്കെയാണ് പറയുന്നത്? ഹേതു ലക്ഷണം, കാര്യകാരണ ലക്ഷണം, പുരുഷ ആരാധന വിധി, ഭഗവാനെ പൂജിക്കുന്നത് എങ്ങനെ, പുരുഷൻ്റെ ആരാധിക്കണ വിധി, ആധ്യാത്മികസ്യ യോഗസ്യ ച വിധി, പ്രകൃതിയിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ആത്മാവിനെ അറിയാൻ യോഗത്തിൻ്റെ പ്രകാരം എങ്ങനെയാണ്, ആത്മസാക്ഷാത്കാരം എങ്ങനെയെന്ന് ചുരുക്കം. ഇതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പറയാനിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിച്ചിരിക്കുകയാണ്. തത്വാനാം പരിസംഖ്യാനം 24 തത്വങ്ങൾ, ലക്ഷണം ഹേതുലക്ഷണം, അതിൻ്റെയൊക്കെ ലക്ഷണത്തോട് കൂടിയിട്ട് വിശദീകരിച്ച വിവരണത്തോടു കൂടി എന്ന് ഇവിടെ എടുത്താൽ മതി. പുരുഷ ആരാധന വിതിർ, ഭഗവാന് പുരുഷൻ ഈശ്വരൻ ആരാധിക്കുന്ന വിധം പൂജ, യോഗസ്യാധ്യാത്മികസ്യ, ആധ്യാത്മിക യോഗത്തിൽ നിന്നും വേറിട്ടിരിക്കുന്ന ആ ഈശ്വരനെ എങ്ങനെ അറിയാൻ കഴിയും? യോഗേശ്വര ഐശ്വര്യഗതിർ ലിംഗഭംഗത്ത് യോഗിനാം വേദോപവേദ ധർമ്മാണാം ഇതിഹാസ പുരാണയോ. യോഗാഭ്യാസത്താൽ പ്രകാശിക്കുന്ന യോഗികളുടെ അണിമാതി സിദ്ധികളാൽ യോഗേശ്വര ഐശ്വര്യഗതി, യോഗേശ്വരന്മാർക്ക് സിദ്ധിക്കുന്ന സിദ്ധി, ഐശ്വര്യം അവിടെ സിദ്ധി എന്നെടുക്കണം. സിദ്ധി 8 സിദ്ധിയാണ്. അണിമ, മഹിമ, ലഹിമ, ഗരിമ, കാമാവസായത, പ്രാകാശ്യം, ഈശത്വം, വശിത്വം. ഇവയെ നമ്മൾ സിദ്ധികൾ, 8 സിദ്ധികൾ എന്ന് പറയുന്നു. അപ്പോൾ യോഗേശ്വരന്മാർ യോഗം അനുഷ്ഠിച്ചാൽ അവർക്ക് നേടാവുന്ന സിദ്ധികൾ ഏവ. യോഗിനാം, യോഗികളുടെ ലിംഗശരീരത്യാഗം, ചുരുക്കം സമാധി. യോഗത്തിലെത്തിയിട്ടുള്ളൊരു സാധകൻ എങ്ങനെയാണ് ശരീരം ഉപേക്ഷിക്കുക? സാധാരണ ആൾ മരിച്ചു പോണ പോലെയല്ല, ആണ് വ്യത്യാസം. പരിപൂർണ ബോധത്തോടു കൂടി അവസാനം വരെ ബോധമില്ലാതെയൊന്നും അല്ല മരിക്കുക. ചില ആൾക്കാർക്കൊക്കെ അവസാനം ബോധം ഉണ്ടാവില്ല മരിക്കുമ്പോൾ. കുറേ ദിവസമൊക്കെ ബോധമില്ലാണ്ട് കിടക്കാം, കുറച്ച് സമയം ബോധമില്ലാണ്ട് കിടക്കാം, ആ സമയത്ത് മരിക്കാം. അങ്ങനെയല്ല, സിദ്ധി ലഭിച്ചിട്ടുള്ളവരും കുറച്ച് സാധനയിൽ ഉയർന്നവരും ബോധത്തോടു കൂടിയിട്ട് ഈശ്വരചിന്തയിൽ അവരുടെ ശരീരത്തെ വെടിഞ്ഞ് മുക്തി നേടുന്നു. അതാണ് അവിടെ എങ്ങനെ സൂചിപ്പിച്ചത്? യോഗിനാം ലിംഗഭംഗ, ഭംഗം എന്ന് പറഞ്ഞാൽ അവിടെ ശരീരത്യാഗം, ശരീരം ഉപേക്ഷിക്കണ വിധം, അതിനെക്കുറിച്ചും ഇനി പറയാൻ പോകുന്നു. വേദോപവേദങ്ങൾ, വേദങ്ങൾ, ഉപവേദങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ. വേദങ്ങൾ ഋക്കേജസ് സാമം മതറും, ഉപവേദങ്ങൾ ആയുർവേദം, ധനുർവേദം, ഗാന്ധർവ, സ്ഥാപത്യം. ശാസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ശിക്ഷ, കൽപ്പം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, വ്യാകരണം, അവയാണ് ശിക്ഷ. വേദോപവേദ ധർമ്മാണാം, ഇതിഹാസ പുരാണങ്ങൾ. മഹാഭാരതം, രാമായണമാണ് ഇതിഹാസം. പുരാണം 18ആണ്. ഉപപുരാണങ്ങളും 18. ഇതിഹാസ പുരാണങ്ങൾ എന്നിവയുടെ രൂപം, അവയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളത്, അതും ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന വിഷയങ്ങളാണ്. സംഭവ സർവഭൂതാനാം വിക്രമപതിസംക്രമ ഇഷ്ടാപൂർത്തസ്യ കാമ്യാനാം തിബർഗസ്യ യോവിധി. സർവഭൂതാനാം,
ഭൂമി ആദിഭൂതങ്ങളുടെ ഉൽപ്പത്തി സംഭവം എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി. ഭൂമികൾ മുതലായിട്ടുള്ള എല്ലാ ഭൂതങ്ങളും എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ, വെള്ളം, ആയു, ആകാശം, അഗ്നി. ഭൂമി അല്ലാത്തത് അതാണ്. ഭൂമി അല്ലാത്തതെന്ന് പറഞ്ഞാൽ വെള്ളം, ആകാശം, അഗ്നി, അതുപോലെ വെള്ളം, അഗ്നി, വായു മുതലായിട്ടതൊക്കെ. ഭൂമി, വെള്ളം, വായു, ആകാശം, അഗ്നി ഇതാണല്ലോ പഞ്ചഭൂതങ്ങൾ. ഭൂമി മുതലായ എന്ന് പറഞ്ഞാൽ ഭൂമി അല്ലാത്ത ഏതൊക്കെയാണ്? അഗ്നി, വെള്ളം, വായു, ആകാശം. അവയുടെയൊക്കെ ഉൽപ്പത്തി എങ്ങനെ ഉണ്ടായി? വിക്രമ, പ്രതിസംക്രമ. വിക്രമ എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ പ്രധാനപ്പെട്ട അവരുടെ സ്ഥിതി, ലയം ഉണ്ടാകണ പോലെ തന്നെ ഇത് അതിൽ ലയിക്കും ചെയ്യുന്നുണ്ട്. ലയിച്ചിട്ട് ഇല്ലാണ്ടാവും. ഭഗവാനിൽ നിന്നുണ്ടായി ഭഗവാനിൽ തന്നെ ലയിക്കുന്നു. ഇഷ്ടാപൂർത്തസ്യ, ഇഷ്ടം എന്ന് പറയപ്പെടുന്ന കർമ്മങ്ങളും പൂർത്തം എന്ന് പറയപ്പെടുന്ന കർമ്മങ്ങളും, അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങളോടുകൂടി അനുഷ്ഠിക്കുന്നതായിട്ടുള്ള വിധം രണ്ട് തരത്തിലുണ്ട്. ഇഷ്ടം എന്നും കർമ്മം എന്നും പൂർത്തം എന്നും. കർമ്മങ്ങളിൽ രണ്ടായിട്ട് തിരിക്കും. ചിലരുടെ അഭിപ്രായം തനിക്ക് മാത്രം ഗുണം കിട്ടുന്നതാണ് ഇഷ്ടം. താൻ ചെയ്ത പ്രവൃത്തികളുടെ ഫലം, ഏകാദശി, നാമം ജപിക്കുക, ക്ഷത്രദർശനം, ഇതൊക്കെ ഒരാൾ ചെയ്താൽ അതിൻ്റെ ഗുണം അവർക്കേ കിട്ടും. അത് ഇഷ്ടം. പൂർത്തെന്ന് പറഞ്ഞാലോ മറ്റുള്ളവർക്കും ഗുണം കിട്ടും, അവരവർക്കും കിട്ടും. ഡബിൾ എഫക്റ്റ്. മറ്റുള്ളവർക്കും കിട്ടും. ഒരു വൃക്ഷം വെച്ചോ അതിൻ്റെ പുണ്യം വെച്ച ആൾക്ക് കിട്ടും. തണലും കായികനികളും പക്ഷികൾക്കും മറ്റുള്ളവർക്കും കിട്ടും. കിണർ കുഴിച്ചോ അതിൻ്റെ പുണ്യം കുഴിച്ച ആൾക്ക് കിട്ടും. പിന്നെ അതിലത്തെ വെള്ളം ഉപയോഗിക്കുന്നവർക്കും തൽക്കാലം കിട്ടും, ഇല്ലേ? അപ്പോൾ ഇങ്ങനെ രണ്ടു കൂട്ടർക്കും കിട്ടുന്നത് പൂർത്താണെന്ന് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അഗ്നിഹോത്രാദി ചില കർമ്മങ്ങളൊക്കെ ഇഷ്ടമാണോ, വേറൊന്ന് പൂർത്താണോ, പലതരത്തിലും പറയുന്നുണ്ടത്. അപ്പം എന്തായാലും അത്തരം കർമ്മങ്ങൾ എന്തൊക്കെയാണ്? ത്രിവർഗസ്ഥജയോ വിധി. ത്രിവർഗം എന്നില്ല, ധർമ്മം, അർത്ഥം, കാമം. മോക്ഷത്തിനെ ഒഴിവാക്കിയിട്ട് ചിലപ്പോൾ പറയും ത്രിവർഗസ്യ. ധർമ്മം, അർത്ഥം, കാമം ഇവയെ ത്രിവർഗം എന്ന് പറയും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ചേർത്താൽ ചതുർവർഗം എന്ന് പറയും. പുരുഷാർത്ഥം, ചതുർപുരുഷാർത്ഥമാണ് ധർമ്മ, അർത്ഥ, കാമം, മോക്ഷങ്ങൾ. ത്രിവർഗമാവുമ്പോഴോ ധർമ്മവും അർത്ഥവും കാമവും. ചിലപ്പോൾ അങ്ങനെ പറയും. യശ്ചാനുശായനം തർഗ പാഖണ്ഡത്തിന് ദമ്പവ ആത്മനോ ബന്ധ മോക്ഷോജ വ്യവസ്ഥാനം സ്വരൂപത. അനുശായിനാം, കർമ്മശേഷത്തോടെ പരലോകത്തിൽ നിന്ന് ഭൂലോകത്തിലേക്ക് വരുന്ന ജീവന്മാരുടെ ഉദ്ഭവം. ഈ സ്വർഗ്ഗമാണ്, ചന്ദ്രാദി ലോകങ്ങളിലൊക്കെ പോകുന്നുണ്ട് ജീവൻ. വീണ്ടും അവർ പുനർജന്മം ഉണ്ടാകുന്നുണ്ട് എന്നാണല്ലോ നമ്മുടെ വിശ്വാസം. കുറേ ജീവന്മാർ പുനർജന്മം കൈക്കൊള്ളുന്നു. വെച്ചിട്ട് എല്ലാവരും പുനർജന്മം ഉണ്ടാവണമെന്നില്ല. ചിലക്ക് മോക്ഷ കിട്ടുക, അവർക്ക് പുനർജന്മം ഇല്ല. അപ്പോൾ ഏതൊരു ജീവന്മാരാണോ പരലോകത്ത് കഴിഞ്ഞിട്ട് വീണ്ടും പുനർജന്മത്തെ പ്രാപിക്കുന്നത്, അവരുടെ കഥയും മേലിൽ പറയാൻ പോകുന്നു. പാഖണ്ഡസ്യ, ദൈവവിശ്വാസം അല്ലെങ്കിൽ ഈശ്വരവിശ്വാസം ഇല്ലാത്തവർ, അവരുടെ ഒരു അവസ്ഥ എന്താണ്, അത് എവിടുന്നാണ് ഉണ്ടായത്? നമ്മുടെ തത്വശാസ്ത്രത്തിൽ ഈശ്വരവിശ്വാസം മാത്രമേ ഉള്ളൂ എന്ന് പറയരുത് കേട്ടോ. ഈശ്വരവിശ്വാസം അല്ലാത്തവരെയും നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ചാർവാകന്മാർ, ഒരുപാട് ആൾക്കാർ നിരീശ്വരവാദികളും തത്വശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഭാരതം ഉൾക്കൊണ്ടിട്ടുണ്ട്. അതാണ് ഈ ഭാരതത്തിൻ്റെ പ്രത്യേകത. ഫെനറ്റിസിസം ഇതിലില്ല. എന്താണ് ഫെനറ്റിസിസം? തീവ്രമായിട്ടുള്ള വാദം, താൻ പറഞ്ഞത് മാത്രമേ സത്യമുള്ളൂ എന്നുള്ള അടിച്ചേൽപ്പിക്കൽ നമ്മുടെ സനാതന ധർമ്മത്തിലില്ല. അതുകൊണ്ട് പാഖണ്ഡമതം ദൈവത്തെ നിഷേധിക്കലാണ്. ദൈവം എന്നൊന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ഉത്ഭവം എങ്ങനെയൊക്കെയാണ്, അവരുടെ ചില ചരിത്രം അല്ലെങ്കിൽ അവരുടെ ഗതി എന്തൊക്കെയാണ്, അവരെ പറ്റിയൊരു വിവക്ഷയുണ്ട്. സ്വരൂപത, ബന്ധങ്ങൾ എന്താണ്, മോക്ഷം എന്താണ്, അതിനെ വിസ്തരിച്ച് പറയുന്നു. ആരാണോ മുക്തൻ, ആരാണോ ബന്ധൻ, ഇതിനെക്കുറിച്ച് മേലിൽ പറയാൻ പോകുന്നതാണ്. യഥാത്മതന്ത്രോ ഭഗവാൻ വിക്രീഡത്യാത്മമായ വിധിജവ യഥാമായ ഉദാർത്ഥേതാക്ഷി ഒക്കെ ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന വിഷയത്തിൻ്റെ സംക്ഷേപമാണ്. ആത്മതന്ത്ര ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വതന്ത്രനായിട്ടുള്ള ഭഗവാൻ. ആരേ ഉള്ളൂ ശരിക്കും സ്വതന്ത്രൻ? ഈശ്വരൻ മാത്രം. നമ്മളൊക്കെ അസ്വതന്ത്രന്മാരാണ്. ഒരു നിലയ്ക്കും സ്വാതന്ത്ര്യം പാലിക്കാൻ കഴിവില്ലാത്തവരാണ്. വയ്യാണ്ടായാൽ നമുക്ക് പരാശ്രയം വേണ്ടേ? വയ്ക്കുമ്പോൾ തന്നെ പരാശ്രയം വേണ്ടേ? ആരെയൊക്കെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്?
ഇവിടെ ഞങ്ങളാണ് എങ്ങനെ വെച്ചാൽ ഓട്ടോ വേണം, ഒന്ന് വരുമോ ചോദിക്കണം, വേണ്ടേ? അവർ വന്നാലേ ഉള്ളൂ നമുക്ക് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ അസ്വതന്ത്രന്മാരാണ്, എല്ലാ തരത്തിലും നമ്മൾ അസ്വതന്ത്രൻ. ആരേ സ്വതന്ത്രമുള്ളൂ? ഈശ്വരൻ മാത്രം. ആ ഭഗവാൻ ആത്മമായയാ, തൻ്റെ മായയോട് കൂടെ യഥാ ക്രീഡതി, ഒരു തടസ്സമോ ആശ്രയത്വം ഇല്ലാണ്ട് സ്വതന്ത്രനായിട്ട് എങ്ങനെ ലീലകൾ അനുഷ്ഠിക്കുന്നു. സ്വതന്ത്രനായിരിക്കുന്ന ഭഗവാന്റെ ലീലാവിലാസങ്ങൾ എന്തൊക്കെ എന്നും ഇവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങളാണ്. മായയിൽ കുടുങ്ങാത്ത ഒറ്റ ആളേ ഉള്ളൂ ഈശ്വരൻ. താൻ മായയെ സൃഷ്ടിക്കുന്നു, എല്ലാവരെയും അതിൽ കുടുക്കി താൻ അതിൽ കുടുങ്ങാണ്ടിരിക്കണു. വിഭു സാക്ഷിവത്, അതൊക്കെ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഒന്നിലും ബന്ധം തനിക്ക് ഇല്ല. യഥാ ഉദാത്ത, ഏത് ഇതാണ് ഉദാസീനമായിട്ടിരിക്കുന്നത്, ഒന്നിനും ഒരു ബന്ധമോ അഭിപ്രായമോ തനിക്കൊരു റോൾ അല്ലെങ്കിൽ പങ്ക് ഇഴുകിച്ചേരൽ ഇല്ല. ഒന്നിലും നിർബന്ധ ബുദ്ധി ഇല്ലാണ്ട് സാക്ഷിയായിട്ട് അങ്ങനെ ഇരിക്കുക. ആ ഭഗവാന്റെ ലീലകൾ എന്തെല്ലാം? സർവമേതച്ച ഭഗവാൻ പൃച്ഛദേവേനു പൂർവശ. ഈ ഞാൻ ചോദിച്ചതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അരുളി ചെയ്യണമേ. ഇവിടെ അങ്ങോട്ട് പറയാൻ പോണ കാര്യമാണ്. ഏതത് സർവം ഭഗവാൻ മഹാമുനെ, അല്ലയോ ഭഗവാനെ, ശുഗമഹർഷിയോട് പരീക്ഷിച്ച് ചോദിക്കുകയാണ്. ഏതത് സർവം, ഹേ മഹാമുനെ, ഏതത് സർവം ത്വം ഉദാഹർത്തും, പറയാൻ ആഗ്രഹിക്കണു, പറയാൻ അപേക്ഷിക്കണു, അല്ലെങ്കിൽ പറയാൻ അർഹിക്കണു, അങ്ങ് പറയണം. നമുക്കത് പറയുന്നതാണെങ്കിൽ അർഹിക്കുന്നു, അങ്ങ് പറയാൻ അർഹിക്കണു മീൻസ് അങ്ങ് പറയണം എന്നർത്ഥമേ ഉള്ളൂ. ഇപ്പം ഞാൻ ചോദിച്ചതായിട്ടതെല്ലാം അങ്ങ് ഉദാഹർത്തും പറയണമേ. അത്ര പ്രമാണം കി ഭഗവാൻ പരമേഷ്ടി യഥാത്മഭൂ പരേ ജയകാനുതിഷ്ഠന്തി പൂർവേഷാം പൂർവജീകൃതം. പരീക്ഷത്തിൻ്റെ ചോദ്യമാണ്. ഭവാൻ എന്തിരുവടി ശുഗമഹർഷി, അത്ര ഇതിൽ, പരമേഷ്ടി ആത്മഭൂ സത്യലോകസ്ഥാനത്തിരിക്കുന്ന ബ്രഹ്മാവിനെ പോലെ. സത്യലോകത്തിരിക്കുന്ന ബ്രഹ്മാവ് ഈശ്വരൻ തന്നെയാണ്, അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിക്കാൻ കഴിയുന്നത്. ആ ബ്രഹ്മാവിനെ പോലെ പ്രമാണം ഹി, നന്നായി അറിഞ്ഞവനല്ലേ. ഇപ്പം ശുഗമഹർഷിക്കൊരു സ്ഥാനം കൊടുത്തു, തൻ്റെ ഗുരുവാണ്, വക്താവാണ്. ചില കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് അങ്ങ് ബ്രഹ്മാവിനെ പോലെ അതിന് യോഗ്യനാണ്. ഇതാ ബ്രഹ്മാവിനെ പോലെ എന്നിപ്പോൾ ഇവിടെ പറയാൻ കാരണം ബ്രഹ്മാവാണ് നാരദന് ഇതൊക്കെ പറഞ്ഞു കൊടുത്തത്. അപ്പം ബ്രഹ്മാവ് എപ്രകാരം നാരദന് പറഞ്ഞു കൊടുത്തുവോ അതുപോലെ അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. ആ ബ്രഹ്മാവിനെ ഉപമിച്ചത്. ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നാരദന് ഇല്ലേ? അതേപോലെ അല്ലയോ ശുഗബ്രഹ്മർഷി, രാജാവായ എനിക്ക് അങ്ങ് പറഞ്ഞു തരണം. പരാജാവല്ല കേട്ടോ, പ്രവ്രാജനം ചെയ്ത ഒരു ചര്യയാണ് അദ്ദേഹത്തിനുള്ള. രാജാവായിരുന്ന എന്ന് പറയാം. ഇഹ പരേ, ഇവിടെയുള്ള മറ്റുള്ളവർ, ഇവിടെ പരേ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ, പൂർവേഷാം പൂർവജീകൃതം, പുരാതന കാലത്തുണ്ടായിരുന്നവരുടെ പൂർവ്വകാലത്തുണ്ടായിരുന്നവരാൽ ചെയ്യപ്പെട്ടതിനെ അനുസരിച്ച് ചെയ്യുന്നു. എല്ലാവരും കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് പ്രമാണം എന്താണ്? കീഴ്വഴക്കമാണ്. അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്, അങ്ങനെയാണ് ചെയ്തു വരുന്നത്, അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പഴയ കാലത്ത് എന്ത് ചെയ്തോ അതാണ് ഇപ്പോൾ ചെയ്യുന്നവർക്ക് കുറേയൊക്കെ പ്രമാണം. അപ്പം അതൊന്നും ഇല്ലാണ്ടായിരിക്കണോ? കീഴ്വഴക്കോ പഴയ ചെയ്തതോ ഇല്ലാതായിരിക്കണു. അത് ഇന്നത്തെ കാര്യം. ഏതാ ശരിയെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ? പണ്ടങ്ങനെയായിരുന്നു, ഇന്നിങ്ങനെയായിരുന്നു എന്ന് പറയുക ഏറ്റവും നല്ലത്. കീഴ്വഴക്കാനിട്ടിച്ചിട്ട് അല്ലാതെ ചെയ്യുന്നതൊക്കെ തെറ്റേന്നൊക്കെ ഇപ്പോൾ നമുക്ക് പറയാൻ അധികാരമുണ്ടോ? പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? ഒരാളും കേൾക്കാത്തൊരു കാര്യം നമ്മളിങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ പണ്ട് അങ്ങനെ ആയിരുന്നു, അത്രേ പറഞ്ഞിട്ടുള്ളൂ. പണ്ട് അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ന് അങ്ങനെയല്ല എന്നുമല്ലേ? ഇന്നങ്ങനെയല്ല. അതുകൊണ്ട് കീഴ്വഴക്കങ്ങൾ അനുസരിച്ചിട്ടാണ് എല്ലാവരും കർമ്മങ്ങൾ ചെയ്യുന്നത്, ചെയ്തു വന്നിരുന്നത്. ആ കർമ്മങ്ങളെല്ലാം എന്നോട് പറഞ്ഞു തരേണമേ. കുറേ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച ശുഗമഹർഷിയോട് ചോദിക്കുകയാണ്. ഈ ചോദ്യങ്ങളാണതൊക്കെ. നമേ സഭപ്പരായന്തി ബ്രഹ്മൻ അനശനാദമി വായിക്കുമ്പോൾ ലേശങ്ങനെ സൂക്ഷിക്കണം. ബ്രഹ്മൻ അന ചേരുമ്പോഴാണ് ബ്രഹ്മൻ അന വരണത് കേട്ടോ.
ബ്രഹ്മൻ പ്ലസ് അനശന. അനശനം ഭക്ഷണം കഴിക്കാതിരിക്കലേ. അശനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, അനശനം അതിൻ്റെ ഓപ്പോസിറ്റ്. ബ്രഹ്മൻ എന്ന് വിളിച്ചാലോ, ബ്രഹ്മൻ പ്ലസ് അനശനാദമി. ഹേ ബ്രഹ്മൻ, അനശനത്തിലാണ് ഞാൻ നിൽക്കുന്നത്, ഭക്ഷണമില്ലാതെ. ഒരു ഭക്ഷണവും കഴിക്കാണ്ടാണ് കഥ കേൾക്കാൻ പരീക്ഷിത്ത് അവിടെ ഇരിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചാൽ ബ്രഹ്മത്തിൽ ശ്രദ്ധ വരില്ല അത്ര. അപ്പോൾ ഇന്ദ്രിയങ്ങൾ ഒന്നിലും പ്രവർത്തിക്കാതിരിക്കണം. ബ്രഹ്മൻ പിബതോച്യുത പീയൂഷൻ തന്മുഖാബ്ജ വിനിസൃതം. പക്ഷേ എനിക്ക് വിശപ്പില്ല. ഒന്നും കഴിക്കാണ്ട് എങ്ങനെ വിശപ്പില്ലാണ്ടേ? അത് വയറിൻ്റെ വല്ല അസുഖമാണോ? ദഹനക്കേട്? ഒന്നുമല്ല. പരീക്ഷത്തിന് ദഹനക്കേടോ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അമൃത സമാനമായ ഈശ്വര കഥകൾ കേൾക്കുന്നു. അമൃതത്തേക്കാൾ വലുതാണ്. അമൃതം കഴിച്ചാൽ തന്നെ വിശപ്പുണ്ടാവില്ല അത്രേ. അപ്പോൾ അമൃതത്തേക്കാൾ അപ്പുറത്തുള്ള കാര്യം കഴിച്ചാൽ വിശപ്പുണ്ടാവുമോ? തന്മുഖാംബോചം, അങ്ങയുടെ മുഖത്തിൽ നിന്ന് കേൾക്കുന്ന ഈശ്വരകഥയാകുന്ന ആ അമൃതമൊക്കെ എവിടെ കിടക്കും? അതൊക്കെ പോട്ടെ, അതിനേക്കാളും എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള ഈശ്വര കഥാമൃതം, സാധാരണ പാലാഴി കടഞ്ഞ് കിട്ടുന്ന അമൃതത്തേക്കാൾ എത്രയോ വലുതാണ്. മഹാത്മ്യമൊക്കെ എങ്ങനെ പറയുക? വിശപ്പില്ല, ദാഹമില്ല, ദേഹബന്ധമില്ല, ദേഹധർമ്മമില്ല, അതൊക്കെ വിട്ടിട്ടെങ്ങനെ ഒരാൾക്ക് നിൽക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ യോഗികൾക്കേ സാധിക്കൂ. പക്ഷേ സാധാരണക്കാർക്ക് കഴിയും. ഈശ്വരകഥകളെ കൊണ്ട്, ഭാഗവതം കൊണ്ട് കഴിയും. ഏതൊരാൾക്ക് വ്യത്യാസ യോഗ്യതകളൊന്നും വേണ്ട. ജാതി കൊണ്ടോ അറിവ് കൊണ്ടോ ധ്യാനാദി അനുഷ്ഠാനം ഒന്നും ആവശ്യമില്ല. ഈശ്വരകഥ കേൾക്കാനുള്ള മനസ്സുണ്ടോ ശ്രീമദ് ഭാഗവതം, എന്നാൽ നിങ്ങൾക്ക് എവിടെ എത്താം? യോഗികളിൽ എത്തുന്ന സ്ഥലത്തേക്ക് എത്താം. ഇതാ കാരണം തന്മുഖാംബോജസ് വിനിസൃതം, ശുഗമഹർഷിയുടെ മുഖത്തിൽ നിർഗളിക്കുന്ന ഈശ്വരകഥയാകുന്ന അമൃതത്തേക്കാൾ വലിയ ആ ഒരു സംഗതി കേൾക്കുമ്പോൾ എന്ത് വിശപ്പാണ്? ഞാൻ ഭക്ഷണം കഴിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു വിശപ്പും എനിക്കില്ല. അതുകൊണ്ട് ചുരുക്കണ്ട, പറയലൊന്നും ചുരുക്കണ്ട, വിസ്തരിച്ച് തന്നെ പറയാൻ കാരുണ്യമുണ്ടാവണേ മഹർഷി. സൂത ഉവാച സൗപാമന്ത്രിതോ രാജ്ഞാ കഥായാം ഇതി തത്പദേ ബ്രഹ്മരാധോ വൃഷം പ്രീതോ വിഷ്ണുരാധേന സംസതി. ഭഗവാന്റെ കഥയിൽ സത്പദേ, ഭഗവാൻ സത്തുക്കളുടെ പഥത്തിൽ സഞ്ചരിക്കുന്നവനാരാ? ഭഗവാൻ. കഥായാം, കഥയിൽ വിഷ്ണുരാധേന രാജ്ഞ, എങ്ങനത്തെ രാജ്ഞി? രാജാവ്. വെറുതെ രാജ്യം ഭരിച്ച് നടക്കുന്ന രാജാവല്ല, വിഷ്ണുരാധൻ, വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവനാണ് ഈ പരീക്ഷിത്ത്. ഉത്തരയുടെ ഗർഭത്തിൽ ഭഗവാൻ രക്ഷിച്ചു, അതുകൊണ്ട് വിഷ്ണുരാധൻ. പരീക്ഷത്തിനാൽ സംസതി, സദസ്സിൽ ഇതി ഉപാമന്ത്രിത, ചോദിക്കപ്പെട്ടു. ബ്രഹ്മരാധ, ശുഗമുനി ഏറ്റവും സന്തുഷ്ടനായി. കേൾക്കാൻ ഇഷ്ടമുള്ളവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, അല്ലാത്തവരോട് ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ വളരെയേറെ കേൾക്കാൻ ഇച്ഛിച്ചിരിക്കുന്ന തൻ്റെ ശ്രോതാവിനോട് ബഹുമാനം തോന്നി ശുഗമഹർഷി ഇതൊക്കെയല്ലേ കേൾക്കേണ്ടത്? വെറുതെ നേരം കളയാൻ നിസ്സാരങ്ങളായി, അല്പരസങ്ങളായി, അവസാന വിരസങ്ങളായി ഇരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് നേരം കളയുമോ അറിവുള്ളവർ? ഒരിക്കലുമില്ല. വിരസങ്ങളായി, അല്പരസങ്ങളായി, അവസാന വിരസങ്ങളായിരിക്കുന്ന ഓരോരോ വിഷയത്തിൽ പരിഭ്രമിച്ച് എന്ന് ആചാര്യന്മാർ പറയാം. വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം കിട്ടുന്ന സമയത്തിങ്കൽ ഈശ്വരനെ ചിന്തിക്കല്ലോ വേണ്ടത്. ഇത്ര സുഖമുള്ളൊരു വാക്കുണ്ടോ ലോകത്തിൽ? വേറെ ആലോചിച്ചു. അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിന് പകരം ഇതല്ലേ തൻ്റെ ശ്രോതാവ് പരീക്ഷിത്ത് കേൾക്കാൻ ആഗ്രഹിച്ചത്? സന്തോഷമായി ശുഗമഹർഷിക്ക്. കേൾക്കാൻ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാർ മതി, 2000-3000 ആളൊന്നും ആവശ്യമില്ല എന്നാ. ചിലകഥ പറയാൻ താല്പര്യമുള്ള കുറച്ച് ആൾ, ഒരു 10-20 ആളായാലും ധാരാളം മതി. അവർ ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ പറയുന്ന ആൾക്കൊരു വളരെയധികം കൃതാർത്ഥതയുണ്ട്. ഇത് സമയമില്ല, വേഗം കഴിക്കൂ, വിസ്തരിക്കേണ്ട കേട്ടോ, നേരായി 12:30 ഊണ്, ഈ മാതിരി ആയാൽ പറയണവർക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല, കേന്ദ്രീകരിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ്
ബ്രഹ്മരാധോ വൃശം പ്രീതോ വിഷ്ണുരാധേന സംസതി. വിഷ്ണുരാധനാവുമ്പോൾ പിന്നെ ഭക്തി ഇല്ലാണ്ടിരിക്കുമോ? രക്ഷിക്കപ്പെട്ട തന്നെ വിഷ്ണുവിനാലാണ് ഉദരത്തിൽ. ചോദിച്ചു, ചുരുക്കാതെ പറയണം, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയുള്ള എൻ്റെ ആയുസേ എന്നങ്ങനെ കേട്ടപ്പോൾ ആഹ ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം. പ്രാഹാന്നും ആവാം ആഹാന്നും ആവാട്ടോ, രണ്ടും ശരിയാ. പ്രാഹ പറഞ്ഞു, ആഹ പറഞ്ഞു, രണ്ടും പ്രാഹ. ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം. ചോദ്യം വളരെ കുറച്ചേ ഉള്ളൂ, ഉത്തരം ഒരു സംഹിത തന്നെ വേണ്ടി വരും. പരീക്ഷത്തിൻ്റെ ചോദ്യങ്ങളാണ്, കുറേ ശ്ലോകങ്ങൾ മുതൽക്ക് 12 മുതൽക്ക് ഇങ്ങോട്ട് തുടങ്ങുകയാണ്. കുറേ ചോദ്യം, 12 ഒന്നുമല്ല, അതിന് മുമ്പേ കണ്ട ചോദ്യങ്ങളാണ് തുടങ്ങേണ്ടത് പരീക്ഷത്ത്, അല്ലേ? ഈ അധ്യായം മുഴുവൻ ആ ചോദ്യങ്ങളെ കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടുന്ന് അങ്ങോട്ട് ഈ 26 ഒരു ശ്ലോകം വരേക്ക് ചോദ്യങ്ങൾ നിറച്ചിരിക്കണം. അങ്ങനെ ചോദിക്കപ്പെട്ടപ്പോൾ ഭാഗവതം തന്നെ അതിനു വേണ്ടി വന്നു. ബ്രഹ്മണേ ഭഗവത്പ്രോക്തം ബ്രഹ്മകൽപ്പൗപാഗതേ. ബ്രഹ്മകൽപ്പം എന്ന് പറയുന്ന ആ കാലഘട്ടം അതിൽ ഭാഗവതം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അതിന് വേറൊന്നും ഓരോന്നായിട്ട് ചോദിക്കും വേണ്ട, പറയും വേണ്ട. ഈ ചോദിച്ചതിനൊക്കെ ഉത്തരം അടങ്ങിയിട്ടുള്ള ഒരു സംഹിത ഏതാ? അത് ഭാഗവതമാണ്. യദ്യത് പരീക്ഷ പാണ്ഡൂനാമനുപൃച്ഛതി അനുപൂർവേണ തത് സർവം ആഖ്യാതും ഉപചക്രമേ. ഋഷഭപരീക്ഷിത്, ശ്രേഷ്ഠനായിട്ടുള്ള പരീക്ഷിത്ത് പാണ്ഡുവാണ്. ചോദിച്ചതിന് ആനുപൂർവേണ ക്രമത്തിൽ എല്ലാം ശുഗമഹർഷി മറുപടി പറഞ്ഞു. ശുഗ ഉവാച എന്നിട്ട് അടുത്ത അധ്യായം ഇതിലുള്ള ഉത്തരങ്ങളാണ്. ഇതിലൊക്കെ പരീക്ഷിത് പ്രശ്നങ്ങളാണ് ഈ അധ്യായത്തിലധികവും പറഞ്ഞത്. ആനുപൂർവേണ തത്സർവമാഖ്യാതമുപചക്രമേ. ക്രമത്തിൽ ചോദിച്ചതിനെല്ലാം ശുഗമഹർഷി അടുത്ത അധ്യായത്തിൽ ബ്രാക്കറ്റില്ല കേട്ടോ മറുപടി പറയുന്നു. അങ്ങനെ 8-ാം അധ്യായം ചോദ്യങ്ങളും 9-ാം അധ്യായം ഉത്തരങ്ങളും. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.